സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പോലീസിന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാം മുറയും അഴിമതിയൊന്നും കണ്ടു നിൽക്കില്ല എന്നും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറിച്ചതിൽ എസ്.പിയുടെ പേരെടുത്ത് പറയാതെയും വിമർശനങ്ങളുണ്ടായി. അർജുൻ രാജ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭയിൽ പോലീസ് സേനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും പോലീസിന്റെ ആത്മവീര്യം ചോരാത്ത രീതിയിൽ ഇതുവരെ സേനയ്ക്കുണ്ടായ അഭിമാനകരമായ നേട്ടങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കേരള സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു പോലീസ് സേനയ്ക്ക് ഇത്രയും ആത്മവീര്യം പകരുന്ന ഒരു ആഭ്യന്തരമന്ത്രി, ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് പിണറായി വിജയൻ അല്ലാതെ ഉണ്ടായിട്ടുമില്ലെന്നാണ് എൻ്റെ ഒരു അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങളുണ്ടായി. ഏതൊക്കെ കാര്യങ്ങളിലാണ് വിമർശനങ്ങൾ ഉണ്ടായത്? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അർജുൻ? സേതു പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അതേ സമയത്ത് തന്നെ പോലീസ് സേനയിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സേതു പറഞ്ഞതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടിയും 100-ലേറെ പോലീസുകാരെ പിരിച്ചുവിട്ട കണക്ക് കൂടി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. അതായത് വീഴ്ച വരുത്തിയ പോലീസുകാരെ വെച്ചു പൊറുപ്പിക്കില്ല, അവർക്കെതിരെ നടപടിയെടുത്ത പോലീസാണെന്ന് കൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു. എന്തായാലും അതിനൊക്കെ ശേഷം ഇന്നലെ DIG മുതൽ DGP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലാണ് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മൂന്നാം മുറ ഈ സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ പോലീസ് നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നു. ആ പശ്ചാത്തലം കൂടി ഈ മുന്നറിയിപ്പിന് ഉണ്ട് എന്ന് പറയണം. ഏതെങ്കിലും തരത്തിൽ മൂന്നാം മുറ വെച്ചു പൊറുപ്പിക്കില്ല, ഇത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിയും അതിന് സമാനമാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും സർവീസിൽ ഉണ്ടാകില്ലെന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനിടയ്ക്കാണ് പോക്സോ കേസ് പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. അത് പത്തനംതിട്ടയിലെ SP ആയിരിക്കെ VG വിനോദ് കുമാർ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് വകുപ്പ് തല കണ്ടെത്തലുണ്ടായിരുന്നു. ആ കാര്യം പരാമർശിക്കാതെ പക്ഷേ പോക്സോ കേസ് വരെ പോലീസ് അട്ടിമറിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പോലീസുകാർ വരെ ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും സർവീസിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി പോലീസ് ഉന്നതതല യോഗത്തിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് മത തീവ്രവാദ സംഘടനകൾ അത് പ്രവർത്തിക്കുന്നുണ്ട്, പേര് കാസ RSS ബന്ധം ഉണ്ട്, അത് ജാഗ്രതയോടുകൂടി കാണണം പോലീസ് എന്ന് ഒരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഇവർ വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെതിരെ കർശനമായിട്ടുള്ള നിരീക്ഷണവും നടപടിയും വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് മുഖ്യമന്ത്രി ഈ പോലീസുകാരുടെ ഉന്നതതല യോഗത്തിൽ നൽകി. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമം പലതരത്തിലായി നടക്കുന്നുണ്ട്. മത തീവ്രവാദ സംഘടന അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ജാഗ്രതയും കർശനമായിട്ടുള്ള നിരീക്ഷണവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ശരി.